2 വർഷം വാറന്റി. അതായത് കറക്റ്റ് ഞാൻ വീട്ടിൽ വെച്ച് കംപ്ലൈന്റ് ആയാൽ 2 വർഷം വരെ നിങ്ങൾക്ക് 2 വർഷം വാറന്റി. എത്ര രൂപ കൊടുക്കാം? നമുക്ക് 110 MRP റേറ്റ് വരുന്നത് എല്ലായിടത്തും. നമുക്ക് 90 രൂപയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇത് ഫുള്ളി ബ്ലാക്ക് ഔട്ടിൽ വരുന്നതാണ്, ഡബിൾ ലൈൻ ആയിട്ട് വരുന്നതാണ്. നമുക്ക് 100 രൂപ കൊടുക്കാം. 100 രൂപ കൊടുക്കാം. നമ്മൾ ഈ ഷീറ്റ് മാത്രമല്ല ഇതിന്റെ പിന്നില് അലൂമിനിയത്തിനുള്ള ഒരു പെൽമെറ്റ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ബേസ് വെയിറ്റ് ആയിട്ട് ഒരു ലൈനർ ഉണ്ട്. ഇതിങ്ങനെ വെച്ചാൽ ഒന്ന് പെൽമെറ്റിന്റെ ക്വാളിറ്റി പറഞ്ഞാൽ ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനമാണ്. അതുപോലെ ബോട്ടം വെയിറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ക്വാളിറ്റി തന്നെ ഉണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലൈന്റ് വരും. ഇങ്ങനെ തന്നെ ഇത് തന്നെ നമുക്ക് കയറ്റി ഉപയോഗിക്കണം. താഴ്ത്താനാണെന്ന് നമ്മൾ തന്നെ നമ്മളെ ആക്ച്വൽ പ്രൈസ് 120 ആണ്. ഇത് നമുക്ക് 105 കൊടുക്കാം. 105 കൊടുക്കാം. ഇതാണെങ്കിൽ എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 115 കൊടുക്കാം. പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 250 നമുക്ക് കൊടുക്കാൻ പറ്റും. 250. ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 200 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 200 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇനി എന്നാൽ കംപ്ലൈന്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വ്യൂവേഴ്സിന് വേണ്ടി പ്രത്യേകം ഓരോന്ന് ചോദിച്ച് വാങ്ങുന്നതല്ല, ഇവര് നമുക്ക് വേണ്ടി ഡിസ്കൗണ്ട് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ. ഇതാണ് നമുക്ക് 110 ചെയ്യാൻ പറ്റും. ഇതാണ് മനോഹരമായി ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആകുന്ന കർട്ടൻ. ഒന്ന് ഓപ്പൺ ആക്കി. ഹായ് ഫ്രണ്ട്സ്, വീടുകളിൽ കർട്ടൻ ഉപയോഗിക്കാത്ത ആളുകൾ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. വീടായാൽ അടിപൊളിയായിട്ടുള്ള വിൻഡോസ് ഒക്കെ വെക്കും. ഇതിനകത്ത് കർട്ടൻ ഇല്ലെങ്കിൽ ഇന്റീരിയർ ഭംഗിയാവില്ലല്ലോ. അത് മാത്രമല്ല ഒരു പ്രൈവസി കൂടി കിട്ടണ്ടേ. ഇന്നതാ ഒരുപാട് ടൈപ്പുള്ള കർട്ടനുകൾ മാർക്കറ്റിലുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ കർട്ടൻ വെക്കുകയാണെങ്കിൽ വലിയൊരു സംഖ്യ അതിനു വേണ്ടി ചിലവാക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ വീട്ടിൽ തൽക്കാലം കർട്ടനൊന്നും വേണ്ട, അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ വിലയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങാൻ പറ്റുന്ന സീബ്ര ബ്ലൈൻസ് അല്ലെങ്കിൽ റോമൻ ബ്ലൈൻസ്, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതുപോലുള്ള കിഡ്ലൻ കർട്ടനുകൾ ഇനി നമ്മുടെ വീട്ടിലും ആക്കാം. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമുക്കൊരു എനർജി കൂടി കിട്ടും. ഡെക്കോർ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. നിങ്ങൾ ആവശ്യപ്പെട്ടതാണ് കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് വീട്ടിൽ കർട്ടൻ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളിതാ വന്നിരിക്കുന്നത് നവാസ് ബ്രോന്റെ അടുത്ത്. നവാസ് ബ്രോ, അടിപൊളിയായിട്ടുള്ള കർട്ടനുകൾ കണ്ടു. പക്ഷെ നമ്മളെ വ്യൂവേഴ്സിന് ഇത് ചെലവ് ചുരുക്കി ചെയ്യാൻ പറ്റണം. നടക്കുമോ? നടക്കണം. അതിന് തന്നെയാണ് നമ്മൾ ഈ ഹോം ഗ്രൂപ്പിൽ വന്നത്. ഈ ഹോം ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ കർട്ടൻ മാത്രമല്ലല്ലോ ഉള്ളത്, ഒട്ടുമിക്ക പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. ചാർക്കോൾ പാനൽ ഉൾപ്പെടെയുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. പക്ഷെ നമ്മളെ വ്യൂസ് ഇപ്പൊ ആവശ്യപ്പെട്ടേ ഇതുപോലുള്ള നല്ല കർട്ടന്. ഇപ്പൊ വീട് ചെറുതാണെങ്കിലും ആൾക്കാരൊക്കെ കർട്ടൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ കർട്ടൻ ചെയ്യുമ്പോൾ അത് ഭംഗിയുള്ള ചെയ്യണം, എന്നാലേ അവരുടെ പോക്കറ്റ് കാലി ആവുന്നല്ലോ. അതാണ് നമ്മളെ ലക്ഷ്യം. പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പല റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകളും ഉണ്ട്. നമുക്ക് 2 വർഷം വാറന്റി വരുന്ന 2 വർഷം വാറന്റി. കർട്ടൻ ഞാൻ വീട്ടിൽ വെച്ച് കംപ്ലൈന്റ് ആയാൽ 2 വർഷം വരെ സർവീസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇതാണ് കൂടുതൽ വീടുകളിൽ ഞാൻ കാണുന്ന ഒരു പ്രൊഡക്റ്റ്. ഈ വെനീഷ്യൻ ബ്ലൈൻസ് ഒന്ന് പൊക്കി ഇങ്ങനെ പൊക്കി ഇങ്ങനെ ലോക്കാവും. പക്ഷെ നമ്മൾ പറയാൻ പോകുന്നത് ഇതാണ് അല്ലേ. ഇതാണ് സീബ്ര ബ്ലൈൻസ് എന്നുള്ള ബ്ലൈൻസ് ആട്ടോ. ഇത് എത്ര സൈസിലും ചെയ്യാം. ഇത് ഏത് സൈസിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കാറ് ഇത് കൊടുക്കാൻ പറ്റുമോ? കാരണം കൂടുതൽ വീടുകളിൽ ഇതാണ് ചൂസ് ചെയ്യുന്നത്. എത്ര കൊടുക്കാൻ? നമുക്ക് 110 സാധനമാണ്. 110 MRP റേറ്റ് വരുന്നത് എല്ലായിടത്തും. നമുക്ക് 90 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റിന് ഈ സംഭവം. ഇതിന്റെ മെറ്റീരിയൽ ശരിക്ക് ക്വാളിറ്റി ഉള്ളതാണ്. അങ്ങനെ ഇതിന്റെ മെഷ് നോക്കിയാൽ തന്നെ മനസ്സിലായി. ഇത് നമ്മളോട് ഡിസ്പ്ലേ ചെയ്താൽ മെഷാണ് ഇതിന്റെ മെയിൻ സാധനങ്ങൾ കേട്ടോ. ഒരു കർട്ടന്റെ പിന്നിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം, പക്ഷെ ഈ മെഷാണ് ഇതില്. അപ്പോ 90 രൂപ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ വൈറ്റ് ആണെങ്കിലോ ഇത് എത്ര ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഇത് ഫുള്ളി ബ്ലാക്ക് ഔട്ടിൽ വരുന്നതാണ്, ഡബിൾ ലൈൻ ആയിട്ട് വരുന്നതാണ്. നമുക്ക് 100 രൂപ കൊടുക്കാം. 100 രൂപ കൊടുക്കാം. ബ്ലാക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ ലൈറ്റ് പുറത്തേക്ക് പോവുകയില്ല, അത്രയും ക്ലിയർ ആയിരിക്കും. ഇത് വേറെ മോഡലാണോ? ഇത് അത് 2 ലൈൻ വരും. ഇവിടെ ഡബിൾ ലൈൻ ആണ്. അപ്പൊ പ്രൈസ് കൂടുമോ? ഇല്ല, വല്ലാതെ നമുക്ക് ഒരു 5 രൂപ റേഞ്ച് കൂടും. 5 രൂപ മാറ്റം വരുള്ളൂ. ഓക്കെ. സീബ്ര ബ്ലൈൻസ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യാണ്. അതിന്റെ ഒരു കർട്ടന്റെ ഒരു പാർട്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം നമ്മളെ വ്യൂവേഴ്സിന്. കാരണം കർട്ടൻ ചെയ്യുമ്പോൾ ഇത് അറിഞ്ഞിരിക്കണം അവര്. നമ്മൾ ഈ ഷീറ്റ് മാത്രമല്ല ഇതിന്റെ പിന്നില് അലൂമിനിയത്തിനുള്ള ഒരു പെൽമെറ്റ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ബേസ് വെയിറ്റ് ആയിട്ട് ഒരു ലൈനർ ഉണ്ട്. ഇത്രയാണ് ഇതിന്റെ പാർട്സ് അല്ലേ, ഈ ചൈന ഉൾപ്പെടെ. ഇത് വാങ്ങുമ്പോൾ ശരിക്കും എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒന്ന് പെൽമെറ്റിന്റെ ക്വാളിറ്റി പറഞ്ഞാൽ ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനമാണ്. അതുപോലെ ബോട്ടം വെയിറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ക്വാളിറ്റി തന്നെ ഉണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലൈന്റ് വരും. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് മേടിക്കണം. പിന്നെ ആളുകൾ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ സ്പീഡിൽ വലിച്ച് അങ്ങനെയാണ് ഇത് കംപ്ലൈന്റ് ആവുക. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കാണ്ടോ? ഇതിനകത്ത് നമ്മള് വലിക്ക് ഇത് ഇപ്പൊ യൂസ് ചെയ്യുന്ന സമയത്ത്
ഇങ്ങനെ തന്നെ ഇത് തന്നെ നമുക്ക് കയറ്റി ഉപയോഗിക്കണം. താഴ്ത്താനാണെങ്കിൽ നമുക്ക് തന്നെ ഉപയോഗിക്കണം. രണ്ടും കൂടെ ഒപ്പം വലിച്ചാൽ കംപ്ലൈന്റ് ആവും. അപ്പോൾ അതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാരണം. ഒരു കർട്ടന് ഇതാ ഇത്രയും പാർട്സ് വരുന്നുണ്ട്. നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു, ഇതിന്റെ പ്രൈസും പറഞ്ഞു. അതാണ് ഈ കാണുന്ന സീബ്ര ബ്ലൈൻഡ്സ്. ഇനി നമ്മൾ ഒരുപാട് ബ്ലൈൻഡ്സ് വേറെ ഉണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് പിന്നെ കൂടുതൽ കാണുന്നത്. റോമൻ ആണ് ഈ കാണുന്ന മോഡൽ. അതുപോലെ തന്നെ ഞാൻ ഒരു മോഡൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മൾ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കാൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. ഓക്കെ, ഇത് നല്ലൊരു റോമൻ ബ്ലൈൻഡ്സ് അല്ലേ? റോമൻ ബ്ലൈൻഡ്സ് ആകുമ്പോൾ നമ്മൾ വ്യൂവേഴ്സിന് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുമോ? എത്രയും കൊടുക്കാം. ഇത് ക്ലിപ്പിംഗ് ആണ്. ഈ മോഡൽ ക്ലിപ്പിംഗ് എന്നാണ് പറയാം. ക്ലിപ്പിംഗ് മോഡൽ ഉണ്ട്, അതുപോലെ സ്റ്റിച്ചിങ് ഉണ്ട്. ഇതാണ് ക്ലിപ്പിംഗ്. ഓക്കെ, സ്റ്റിച്ചിങ് ഇതായിരിക്കും അല്ലേ? സ്റ്റിച്ചിങ് ആണെന്ന് നമുക്ക് ഇതായിരിക്കും മോഡൽ. അതായത് നമ്മൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ ലൈൻസ് അവിടെ വിസിബിൾ ആവുള്ളൂ. ഈ രീതിയിലാട്ടോ. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് ഈ ലൈൻസ് കറക്റ്റ് എടുത്ത് കാണിക്കാൻ പറ്റും. ഇതാണ് കുറച്ചുകൂടെ ഭംഗി, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ്. എന്നാലും ഞാൻ ചോദിക്കാം, ഇത് എത്രതിന് കൊടുക്കാൻ പറ്റും? നമ്മുടെ ആക്ച്വൽ പ്രൈസ് 120 ആണ്. നമുക്ക് 105 കൊടുക്കാം. 105 കൊടുക്കാം. നമുക്ക് വേണ്ടി മറ്റേക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നുണ്ടോ? ഓക്കെ, ഇതാണെങ്കിൽ എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 115 കൊടുക്കാം. 115 ആണെങ്കിൽ നമുക്ക് 115 കൊടുക്കാം. ഈ ഫാബ്രിക് ഒന്ന് നമ്മളെ വ്യൂവേഴ്സിന് ശരിക്കും കാണിച്ചു കൊടുക്കണ്ടേ? ഫാബ്രിക്കിനെ കുറിച്ച് പറയാനല്ലേ, നല്ല ഗ്ലൈസിംഗ് ഉള്ള ഫാബ്രിക് മാത്രമല്ല അതിന്റെ തിക്നെസ് ഉണ്ട് കേട്ടോ. അത് നല്ലൊരു ഫാബ്രിക് ആണ്. ഇത് ബ്ലാക്ക് ഔട്ടിൽ ചെയ്യാൻ പറ്റുമോ? അത് ബ്ലാക്ക് ഔട്ടിൽ ചെയ്യാം. ഇത് ഫുള്ളി ബ്ലാക്ക് ഔട്ടിൽ വരുന്നതാണ്. ഇത് ബ്ലാക്ക് ഔട്ടിൽ നമുക്ക് ലൈനിങ് ആവശ്യമില്ല. ഓക്കെ, അതാണ് ഇതിന്റെ വ്യത്യാസം. ഈ കർട്ടനെ കുറിച്ച് പറയുമ്പോ വേറെ കാര്യം നമ്മൾ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുക്കണം. കർട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു കർട്ടൻ മാത്രമല്ല, കർട്ടന് കൂടെ ഷിയർ ഉണ്ടാവും. ട്രാൻസ്പെറന്റ് ആയിട്ട് കുറച്ച് വെളിച്ചമൊക്കെ വേണം, ചെറിയൊരു ട്രാൻസ്പെറൻസി മതിയെങ്കിൽ ഷിയർ യൂസ് ചെയ്യും. അതല്ല, അതിന്റെ കൂടെ ബ്ലാക്ക് ഔട്ട് യൂസ് ചെയ്യും. അതായത് വെളിച്ചം അകത്തേക്ക് വേണ്ട ആ രീതിയിൽ ചെയ്യാം. ഇങ്ങനെ പല രീതിയിൽ ചെയ്യും. മൂന്നും കൂടെ ഒപ്പം വരുന്ന കർട്ടനുകളും ഉണ്ട്. അപ്പൊ നമ്മളിവിടെ പ്ലീറ്റഡ് കർട്ടൻ ആണ് ഞാനിവിടെ കാണുന്നത്. പ്ലീറ്റഡ് കർട്ടൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് ഹാങ് ചെയ്യുന്ന ഒരു സംഭവം അല്ലേ? പ്ലീറ്റഡ്. ഓക്കെ, പ്ലീറ്റഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വലിയ കർട്ടനുകളൊക്കെ കൊടുക്കാൻ പറ്റിയ പ്ലീറ്റഡ് അല്ലേ? നല്ല ഒരു വീട്ടിലെ ഒരേ ടൈപ്പ് കർട്ടൻ ചെയ്യുന്ന കാലം കഴിഞ്ഞു. നല്ല ഏരിയകളിൽ ഇതാ ഇതുപോലെ വലിയ ഏരിയകളിലൊക്കെ ഇതുപോലുള്ള കർട്ടൻ കൊടുക്കാം. ഇതാണ് കേട്ടോ ഷിയർ എന്ന് പറഞ്ഞ സംഭവം അല്ലേ? ഷിയർ ഇതുപോലെ നമ്മള് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കൊടുക്കാതെ ഇവിടെ റോമൻ ആയിട്ട് കൊടുത്തത് ഞാൻ കണ്ടു. റോമനായിട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉള്ളിൽ ഒരു റോമനായിട്ട് കൊടുത്തിട്ട് പ്ലീറ്റ് നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കും. അതൊരു യൂറോപ്യൻ സ്റ്റൈലിലൊക്കെ വരുന്ന ഒരു ഐഡിയ ആണ് ഇത്. അതായത് പ്ലീറ്ററിന്റെ കൂടെ തന്നെ റോമൻ ഇൻസൈഡിൽ ഷിയർ ആയിട്ട് കൊടുക്കുന്ന രീതി. അതേപോലെ തന്നെ ബ്ലാക്ക് ഔട്ട് അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു ഐഡിയ ആണത്. ഇനിയിപ്പോ ഈ കാണുന്ന പ്ലീറ്റഡ് ആകുമ്പോൾ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും? പ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 250 നമുക്ക് കൊടുക്കാൻ പറ്റും. 250. അപ്പോൾ ഈ ക്ലോത്ത് അല്ലാതെ കുറഞ്ഞ ക്ലോത്തിലൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഇത് കുറഞ്ഞ ക്ലോത്തിൽ ചെയ്യാം. ക്ലോത്ത് നമുക്ക് ഇവിടുന്ന് ക്ലൈന്റ് വരുന്നതനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എത്ര രൂപ മുതൽ ചെയ്യാൻ പറ്റും? ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 200 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 200 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു രീതിയിലുള്ള റോമൻ ആവുമ്പോ റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോ ഷിയറിലാവുമ്പോ അത് റേറ്റ് കുറയല്ലേ? ഷിയറാകുമ്പോൾ റേറ്റ് കുറയും. കാരണം ക്ലോത്തിന് കമ്പാരിറ്റീവ്ലി കുറവാണ്, റേറ്റ് കുറവാണ്. ഈ ഷിയറിന്റെ ഉള്ളില് നമ്മൾ പലപ്പോഴും കാണുന്നതാണ് കർട്ടനൊക്കെ ഇതുപോലുള്ള വെയിറ്റ്. ഇതെല്ലാം അലൂമിനിയത്തിൽ തന്നെയാണ്. മെറ്റൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ കംപ്ലൈന്റ് വല്ലതും വരാം. പക്ഷെ അലൂമിനിയത്തിന് ഒന്നും കംപ്ലൈന്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മെറ്റൽ അല്ല ഇവിടെ വരുന്നത്, അലൂമിനിയം തന്നെയാണ് വരുന്നത്. പിന്നെ ടെൻഷൻ ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ അതാണ് മെയിൻ ആയിട്ട് കാണുന്ന കർട്ടനുകൾ. ഇനി ഇതല്ലാതെ ഇതുപോലുള്ള മോഡൽ, ഇത് വേറൊരു സംഭവം, വേറൊരു ടൈപ്പാണ് അല്ലേ? റോളറാണ്. റോളറിൽ പ്ലെയിൻ വരാറുണ്ട്. ഇത് റോളറിൽ റോമൻ ആണ്. ഇത് നമുക്ക് വരാന്ന് വെച്ചാൽ ക്ലോത്ത് വിത്താണ് റേറ്റ് വരാം. ക്ലോത്ത് വിത്ത് റേറ്റ് വരാം. അങ്ങനെ ആകുമ്പോൾ എത്ര വരുന്നുണ്ട് റേറ്റ്? ഇത് ആക്ച്വലി നമുക്ക് 185 ആണ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത്. നമുക്ക് 170 വീഡിയോയിൽ നമുക്ക് ഈ വീഡിയോ കണ്ട് വരുന്ന ആൾക്കാർക്ക് 170 നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടി പ്രത്യേകം ഓരോന്ന് ചോദിച്ച് വാങ്ങുന്നതല്ല, ഇവര് നമുക്ക് വേണ്ടി ഡിസ്കൗണ്ട് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ. ഇത് മറ്റൊരു ടൈപ്പ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ക്ലോത്ത് ആണോ? എംബ്രോയിഡറി ക്ലോത്ത് ആണ്. ഇത് നമ്മൾ ചെയ്തതാണ്. എംബ്രോയിഡറി വരുന്ന ക്ലോത്ത് ആണ്. ഏഷ്യൻ പെയിന്റിന്റെ ആണ് ക്ലോത്ത് തന്നെ. ഏഷ്യൻ പെയിന്റിന്റെ ആട്ടോ. അതൊരു ക്വാളിറ്റി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കാണുന്നത്. പക്ഷേ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് കിച്ചണിൽ വെള്ളം തട്ടുന്ന ഏരിയകളിലൊക്കെ കൊടുക്കണമെങ്കിൽ ഈ വെനീഷ്യൻ ബ്ലൈൻഡ്സ് കൊടുക്കാൻ പറ്റും. ആ വെനീഷ്യൻ ബ്ലൈൻഡ്സ് ആണ് ഈ കാണുന്നത്. ഇത് കളർഫുൾ ആയിട്ട് കൊടുത്തത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് സാമ്പിൾ ആണത്. നിങ്ങൾക്ക് ഈ കളർ മതിയെങ്കിൽ ഇതിൽ കിട്ടും, ഇത് മതി ഇതിൽ കിട്ടും. ഇതിന്റെ മോഡൽ, ഇത് മെറ്റീരിയൽ ഒന്ന് അടുത്തുനിന്ന് കാണിക്കാം. ഇത് ശരിക്കും PVC ആണ്. എന്താണ് ഇതിന്റെ അലൂമിനിയം തന്നെയാണ്.
കളേർഡ് അലൂമിനിയം ആണ് അല്ലേ? അതെ. ഇത് നമുക്ക് ഇന്റീരിയർ മാച്ച് ചെയ്തപ്പം വാൾഡ്രോബ് ഒക്കെ ഉണ്ടാവില്ല, നമുക്ക് അതിനോട് മാച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. റൂമിൽ കൊടുക്കാൻ അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതിന്റെ ഓപ്പണിംഗ് ഇങ്ങനെയാട്ടോ വരിക, നമുക്ക് ഈ രീതിയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഓപ്പണിംഗ്. അപ്പൊ അങ്ങനത്തെ 2 സെറ്റിംഗ്സ് ആണ് ഇതിനകത്ത് വരിക. ഇനി അതുപോലെ തന്നെ ഇതാവുമ്പോ പ്രൈസ് എങ്ങനെ വരുന്നുണ്ട്? ഇതാണ് നമുക്ക് 110 ചെയ്യാൻ പറ്റും. ഇതാണ് 110. ഇത് കൂടുതൽ ഏരിയകളാണ്, സ്പെഷ്യൽ ഏരിയകൾ കൊടുക്കുക നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിന്റെ ബാക്കിൽ ഒരാൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതാരാണ്? ഇത് റോളറാണ്, റോളർ കർട്ടൻ അല്ലേ? റോളർ കർട്ടൻ പ്ലെയിൻ ആയിട്ട് മതിയെങ്കിൽ നമുക്ക് ഇത് മതി. ഇത് റോൾ ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നേരെ പോവും. അതുപോലെ തന്നെ ഒരു കർട്ടന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന് അത് ഭംഗിക്ക് വേണ്ടി യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ആ പ്രൈവസി കവർ ചെയ്യാന്നുള്ളതാണ്. ആ 2ഉം കൂടെ വരണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് മതിയെങ്കിൽ സിമ്പിൾ കർട്ടനുകൾ യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ സീബ്ര ബ്ലൈൻഡ്സ് വലിയ റോളുകളായിട്ടാണ് വരിക. ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇതിൽ നിന്ന് നമ്മുടെ വിൻഡോ എത്രയാണോ അളവ് അതിനനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കണം. അതാണ് ഇവിടുത്തെ ഒരു പരിപാടി. അപ്പോൾ കട്ടിംഗ് എന്ന് പറഞ്ഞാൽ അളവിനനുസരിച്ചാണ് ചെയ്യുക. അപ്പോൾ ഇതൊരു ബ്രൗൺ കളറിൽ കണ്ടില്ലേ, ഇതൊരു സീബ്രയുടെ ഒരു വലിയ ലൈനാണ്, നല്ലൊരു മോഡലാണ്. അപ്പോൾ ഇത് എത്രയാണോ അളവ് നമ്മുടെ വിൻഡോ കറക്റ്റ് അളന്നിട്ട് വേണം അതിൽ ഫ്രെയിം ചെയ്യാൻ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു മോഡൽ കേട്ടോ, ഇത് സീബ്ര അല്ല കേട്ടോ, ഇത് PVC ആണ്. ഇതിപ്പോൾ ഈ അടുത്ത് കൂടുതൽ നനഞ്ഞു കഴിഞ്ഞാൽ കർട്ടൻസിനൊക്കെ പ്രശ്നം വരുന്ന ഏരിയകളിലൊക്കെ കൊടുക്കുന്ന ഒരു മോഡലാണ്. ഇത് മിക്കപ്പോഴും നമ്മുടെ ബാൽക്കണിയിലൊക്കെ വെള്ളം ഇങ്ങനെ അടിച്ചു കയറുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. മോഡേൺ വീടുകൾ എന്ന് പറഞ്ഞാൽ കണ്ടംപററി സ്റ്റൈലൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ വെള്ളം നനയും. വീടിൻ്റെ ഹൗസ് വാമിംഗ് ടൈമിലൊന്നും ആരും ശ്രദ്ധിക്കില്ല. അടുത്ത സീസൺ മഴക്കാലം വരുമ്പോഴായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് ആ ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇതൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് കവർ ചെയ്യാനും വെള്ളത്തിൻ്റെ ഒരു ശല്യം ഒഴിവാക്കാനും ഉപയോഗിക്കാൻ പറ്റും. ഇതും വ്യത്യസ്ത കളറിൽ വരുന്നുണ്ട്. നമ്മുടെ വീടിന് ഏതാണോ മാച്ച് അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിലും പല ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ ഇത് റോൾ ചെയ്യാൻ ഈസിയാണ്, അറേഞ്ച് ചെയ്യാൻ ഈസിയാണ്, ലോക്ക് ചെയ്യാനൊക്കെ ഈസിയാണ്. ഇന്ന് നാട്ടിലെ വീടുകൾ പല രീതിയിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പരിചയപ്പെട്ട കർട്ടനുകളല്ലാതെ വെറൈറ്റി കർട്ടനുകൾ അല്ലേ, ഇതൊക്കെ ഒരു വെറൈറ്റി ആണ്. റിപ്പിൾ കർട്ടൻ ആണ്. ഇതെന്തുകൊണ്ട് റിപ്പിൾ എന്ന് പറയുന്നത്? ഇത് പ്ലീറ്റഡ് അല്ല. ഇതിന്റെ വേവ്സ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് താഴെ വരെ ഇങ്ങനെ കിട്ടും. മേലെ മുതൽ താഴെ വരെ ഇതിന്റെ വേവ്സ് കറക്റ്റ് കിട്ടും. നമ്മൾ ഇന്റീരിയർ ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു ഡിസൈൻ ലുക്ക് കിട്ടണമെങ്കിൽ ഇതാ ഇതുപോലെ ഇതിന്റെ ഫാബ്രിക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇതിനനുസരിച്ച് എല്ലാ ഫാബ്രിക്കും വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇതൊരു സ്പെഷ്യൽ ഫാബ്രിക് ആണ് കേട്ടോ, ആ ഒരു വെയിറ്റ് ഉള്ള ഫാബ്രിക് ആണ്. വെൽവെറ്റ് ഒക്കെ ആണ് നമ്മൾ അധികം യൂസ് ചെയ്യുക. അപ്പൊ ഇതുപോലെ സ്പെഷ്യൽ ഡിസൈൻ ആകുമ്പോ എത്രക്ക് നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് നമുക്ക് 290 കൊടുക്കാം. 290 കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? ആഹാ, മനോഹരമായി ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആകുന്ന കർട്ടൻ. ഇപ്പൊ ഇത് ട്രെൻഡിങ് ആണ്, അതായത് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്ന കർട്ടൻ. ഓട്ടോമേഷനിലാണ് ഇപ്പൊ എല്ലാ വീടുകളിലും കർട്ടൻ കാണുന്നത്. കാരണം വലിയ സ്റ്റെയർ ഏരിയയിലൊന്നും നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ഏരിയയിൽ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കാണിക്കേ. ഇത്ര സിമ്പിളായിട്ട് റിമോട്ടിൽ ഇത് ക്ലോസ് ചെയ്യാനും പറ്റും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം. ഇപ്പൊ ഇതുപോലെ സംഭവം വരുമ്പോ പല ടൈപ്പ് മോട്ടർ വരുന്നുണ്ട് അല്ലേ? നമുക്ക് റോമലിൽ ചെയ്യാൻ പറ്റും, പ്ലേറ്റഡ് ചെയ്യാം. ഏത് കേട്ടനോ നമുക്ക് ഡിസൈനിൽ നമുക്ക് ഇത് റിമോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ അത് പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് പോസ് അങ്ങനെയൊക്കെ പറ്റുമോ? ഒന്ന് ചെയ്ത് ഒന്ന് ഓപ്പൺ ആക്കി അവിടെ നിർത്തണം. നിങ്ങൾക്ക് അങ്ങനെ പറ്റും. വീണ്ടും കണ്ടിന്യൂ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും സെറ്റ് ചെയ്യാൻ അതിന്റെ ബാക്കിൽ ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് കൺട്രിയുടെ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്? ഇതിപ്പോ ബ്ലേസിന്റേതാണ്. നമ്മൾ ടോസോന്റെ ചെയ്യുന്നുണ്ട്, ബ്ലേസും ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് രീതിയിലുള്ള ഇപ്പൊ ഓട്ടോമേഷൻ ചെയ്യാം. അപ്പൊ ഓട്ടോമേഷനിലെ നമ്മളെ വ്യൂവേഴ്സിന് ഇപ്പൊ 1 കർട്ടൺ 2 കർട്ടൺ ഒക്കെ ഉണ്ടാവും. ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഏതിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് റണ്ണിങ് ഫീറ്റിന് ഇത് 1800 രൂപയാണ് ഇത് റേറ്റ് വരുന്നത്. 1800. അത് എത്ര ഫീറ്റ് വരെ പോകും? നമുക്ക് 10 ഫീറ്റ് വരെ ഒരു റേറ്റ് വരും. അതിലും വലുതാവുമ്പോഴേ പിന്നെ റേറ്റ് മാറുള്ളൂ. ഓക്കെ. അത് മാത്രല്ലേ ഇവിടെ ഇതൊക്കെ കാറ്റലോഗ് ആണ്. സാധാരണ ഇങ്ങനെ കാറ്റലോഗ് നമ്മൾ വാൾപേപ്പറിന്റെ അല്ലെങ്കിൽ ഫാബ്രിക്കിന്റെ ആണ് അല്ലേ? ഇത് കർട്ടന്റെ ഫാബ്രിക്. ഒരുപാട് കാറ്റലോഗ് ഉണ്ടല്ലോ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? നല്ല കാറ്റലോഗ് ഒരുപാട് ഉണ്ടാവും കേട്ടോ. ഞാനിതാ ഒരു ബ്രാൻഡൊന്നും പറയുന്നില്ല, ഒരുപാട് കാറ്റലോഗ് ഉണ്ട്. നമുക്ക് ഒരു വീട്ടുകാർക്ക് നമ്മുടെ വീട്ടിന്റെ ഡിസൈൻ അനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ച് ഇത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഓരോ കർട്ടന്. ഇപ്പോൾ കർട്ടനിൽ തന്നെ ചെറിയ ഈ മോഡൽ വേണമെങ്കിൽ അങ്ങനെ, സ്ട്രെയിറ്റ് മോഡൽ അങ്ങനെ, അതുപോലെ ഡോട്ട്സ് മോഡൽ, ഇങ്ങനെ ഫാബ്രിക് വരും. ശരിക്കും ഇങ്ങനെ ഫാബ്രിക് വരുമ്പോൾ ഇന്റീരിയറിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സോഫകൾ ഉണ്ടെങ്കിൽ സോഫക്ക് അപ്പോൾസ്റ്ററി മാച്ച് ചെയ്യുന്നത് സെലക്ട് ചെയ്യുക, കർട്ടൻ അതിന് വേണ്ടത് മാച്ച് ചെയ്യുക.
അതുപോലെ ഷിയറിന് അതിന് മാച്ച് ചെയ്യാം. എല്ലാം ഒറ്റ കാറ്റലോഗിൽ ഒരേ കളർ കോമ്പിനേഷനിൽ വരും അല്ലേ? അതേ പാറ്റേൺ തന്നെ ഡിഫറെന്റ് കളറിലും വരും. അതാണ് ഒരു കാറ്റലോഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അത് അതേ ബ്രാൻഡിൽ കിട്ടും. അപ്പോൾ ഇത് ഒരുപാട് ബ്രാൻഡിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഏഷ്യാമെന്റിനുണ്ട്, നമുക്ക് ഏഷ്യാമെന്റിനുണ്ട്, ഡി ഡെക്കോറുണ്ട്, പുതിയ വന്ന കാറ്റലോഗാണ് നമുക്ക്. ഓക്കെ, അപ്പോൾ കാറ്റലോഗുകൾ ഒരുപാടുണ്ട്. ഇത് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കാൻ പറ്റും. വാട്സപ്പിൽ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കാം. ഫോട്ടോസ് അയക്കാം. ഫോട്ടോ അയക്കുമ്പോൾ കറക്റ്റ് കറക്ഷനിൽ ചെയ്യുന്ന ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ PDF ഒക്കെ ആയിട്ട് അയക്കേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ നേരിട്ട് വരികയാണ് ഏറ്റവും നല്ലത്. നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും പറ്റും. സാമ്പിൾ എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. നമ്മളിപ്പോ ഈ ഷോപ്പിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത് കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ വ്യൂസിന് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് നമ്മൾക്ക് കോഴിക്കോട് കല്ലായി ആണ് കറക്റ്റ് ലൊക്കേഷൻ. കല്ലായിൽ വട്ടാമ്പോയിലാട്ടോ. അപ്പൊ ഞാൻ അത് മാത്രമല്ല നമ്മളെ വ്യൂവേഴ്സിന് ഇപ്പൊ നമ്മളിവിടെ സാമ്പിളൊക്കെ കാണിച്ചു. നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് സൈറ്റ് ഒക്കെ നമ്മൾ കാണണം. അപ്പൊ വ്യൂവേഴ്സിന് കാണിക്കാൻ ഒരു നല്ല വർക്ക് സൈറ്റ് കാണിക്കാൻ പറ്റുമോ? ഇവിടെ അടുത്തുണ്ടോ? ഇവിടെ സറൗണ്ടിൽ കുറെ ഉണ്ടാവും. ഒരുപാട് സൈറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് നല്ലൊരു സൈറ്റാണ് കാണേണ്ടത്. കാണിക്കാൻ പറ്റും. സൈറ്റിൽ പോയാലോ? ഈ ഹോമിന്റെ തൻസീൽക്കാണ് കൂടെ ഉള്ളത്. ഈ ഒരു വീട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഡോക്ടറുടെ വീടാണ്. ഡോക്ടറുടെ പേരെന്തായിരുന്നു? ഡോക്ടർ സുനീഷ് അല്ലേ? സുനീഷ് സാറിന്റെ വീടാണ്. മനോഹരമായിട്ട് കർട്ടൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിന്റെ ഡിസൈനിന് മാച്ചാണ്. ഈ വീട് ആരാ ഡിസൈൻ ചെയ്ത ആർക്കിടെക്ട്? ക്ലേ ഗ്രൂപ്പിന്റെ അഫ്സൽ സാർ എന്ന് പറഞ്ഞ ആളാണ്. ഓക്കെ, അഫ്സൽ സാറാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് സാധാരണ കർട്ടൻ അല്ലല്ലോ കൊടുത്തിട്ടുള്ളത്. ഇത് എന്ത് തരം ഫാബ്രിക് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്? ഇത് ഏഷ്യൻ പെയിന്റ്സിന്റെ ഒരു ക്ലോത്ത് ആണ്, ഇതിൽ ഫാബ്രിക് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പലർക്കും അറിയില്ല ഏഷ്യൻ പെയിന്റ്സ് ക്ലോസ് ഇറക്കുന്നുണ്ടാവും. പെയിന്റ് മാത്രമല്ല, ഇതുപോലെ ഫാബ്രിക്സും ഇറക്കുന്നുണ്ട്. കാറ്റലോഗ് ആയിട്ട് തന്നെ. കാറ്റലോഗ് ആയിട്ട് തന്നെ അവർക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഷിയർ പ്ലെയിൻ അല്ല അല്ലേ? ലൈൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ നല്ല രീതി. ഈ റെയിലിംഗ് എന്ത് തരാണ്? ട്രാക്ക് എന്ന് പറഞ്ഞ ഒരു ട്രാക്ക് ആണ്. ഇത് വൈറ്റും വരുന്നുണ്ട്, ഒരു ബേജും വരുന്നുണ്ട്. ഏതാ നല്ലത് ശരിക്ക് അത് പാർട്ടി ചൂസ് ചെയ്യുന്ന അല്ല, എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഡിസൈൻ ഏതാണോ മാച്ച് ആ കളർ ചൂസ് ചെയ്യാം. കാരണം ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാലേ ചിലതിൽ ഇങ്ങനെ കാണുന്നത് അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പൊ വൈറ്റ് ആണെങ്കിൽ ആ വാളിന്റെ കളർ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അതിന്റെ ഹൈറ്റ്, ഇതിലൊക്കെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? പല പല ഐഡിയാസ് ഉണ്ട്. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്? അതെ, അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് തന്നെയാണ്. ഈ വീട് മൊത്തം ഇതേപോലെ ഫാബ്രിക് തന്നെ. ഇതൊരു കോർട്ട്യാർഡിലേക്കുള്ള പാസേജ് അല്ലേ? അതിന് വേണ്ടിയിട്ട് മനോഹരമായി സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു കർട്ടനും ഇതിന്റെ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇതിന്റെ കളർ വേരിയേഷൻസ് ഉണ്ടോ? പല കളറുണ്ട്. കളർ വേരിയേഷൻ ഉണ്ട്. പിന്നെ ഇതുപോലെ കർവ് ആയിട്ടുള്ള ഏരിയകളിൽ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. മേലെ ബെഡ്റൂമിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാലോ? അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂമിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. സാധാരണ കൊടുക്കുന്ന പോലെ അല്ല, ഇത് ഒരു ബേ വിൻഡോ ആണല്ലോ. ഇവിടെ ഇങ്ങനെ കർവ് ആയിട്ടുള്ള വിൻഡോ വന്നപ്പോൾ ഇങ്ങനെ കർവ് ആയിട്ടും കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് അത്? ഐ ട്രാക്ക് എന്ന് പറഞ്ഞ ട്രാക്ക് വെച്ച് കണ്ട് നമ്മൾ ഫുള്ള് ബെൻഡ് ചെയ്തും കണ്ട് കറക്റ്റ് അതിന്റെ ആ മെഷർമെന്റ് എടുത്ത് കറക്റ്റ് അളവിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ബെൻഡ് ചെയ്ത് കർവാക്കി എടുക്കാൻ പറ്റും അല്ലേ? ആ ട്രാക്കും അതുപോലെ ബെൻഡ് ആയിരിക്കും. നല്ലൊരു സൗകര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഒരു ബേ വിൻഡോയിലൊക്കെ ആയിട്ട് സൗകര്യം. ഇവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കിയാൽ നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ വൈബുള്ള ഒരു കർട്ടൻ വേണം ഇവിടെ. അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. വർക്ക് സൈറ്റ് കണ്ടു. ആ നല്ലൊരു പ്രൊജക്റ്റ് തന്നെ കിട്ടിയില്ലേ? നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ വേറെ കുറച്ച് പ്രൊഡക്റ്റുകൾ ഇവിടെ കണ്ടിരുന്നു. അതും കൂടെ ഒന്ന് ചോദിക്കണം. അതിന്റെ കൂടെ ഈ ചാർക്കോൾ പാനൽ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ ഇതിന്റെ യൂണിറ്റ് കൂടെ ഉണ്ട്. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ എടുത്തതാണ്. നമ്മൾ എറണാകുളത്താണ് നമ്മളെ ഓഫീസ് വരുന്നത്. മെയിൻ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കോഴിക്കോട് എടുത്തതാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും നമ്മൾ. അതെ, അതിന്റെ എല്ലാ സാമ്പിളുകളും ഉണ്ട്. ഇവിടെ വന്നാലും നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേ ഉൾപ്പെടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇതിനകത്ത് സോഫയുടെ ഫാബ്രിക് ആണെന്ന് തോന്നുന്നു അല്ലേ? നല്ല ഫാബ്രിക് വരുന്നുണ്ട്, സോഫ ഫാബ്രിക്. ഓക്കെ, ഇത് സോഫന്റെ തന്നെ ആണോ? സോഫന്റെ. നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മൾ കുറച്ച് സാമ്പിൾ കാണിക്കാൻ മാത്രം ഇവിടെ വെച്ചതാണ് കേട്ടോ. ഇതാ മറ്റൊരു മോഡൽ അല്ലേ? നല്ല ഫാബ്രിക് ആണല്ലോ. അതൊക്കെ നല്ല ഒരു ഫാബ്രിക് ഫീൽ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ സോഫ ചെയ്ത് കൊടുക്കുകയാണോ അതോ ഫാബ്രിക് മാത്രം കൊടുക്കുക? അല്ല, നമ്മൾ ഫാബ്രിക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ സോഫ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ അടക്കം കൊടുക്കുന്നത്. നമ്മൾ ഇപ്പൊ നമ്മൾ ഒരു വ്യൂവർക്ക് സോഫ വേണമെങ്കിൽ അവിടെ വീട്ടിൽ വന്ന് അളവെടുത്ത് നിങ്ങൾ അത് ചെയ്ത് കൊടുക്കും അല്ലേ? അവർക്ക് ഇതിൽ നിന്ന് ഫാബ്രിക് ചൂസ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാട്ടോ അവിടെ സെറ്റിംഗ്സ് ഉള്ളത്. അത് മാത്രമല്ല, നമുക്ക് വേറെ കളക്ഷൻ ഉണ്ട്. നമുക്ക് മൈക്ക അതായത് നമ്മുടെ ഇന്റീരിയർ ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ലാമിനേറ്റ്സിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ. അത് ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, ഇത് പ്ലെയിൻ അല്ല, നമുക്ക് അടിപൊളിയായിട്ടുള്ള മാർബിൾ ഫിനിഷുകൾ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇത് 8mm കിട്ടും, 0.8 കിട്ടും, 1 കിട്ടും. ആ രീതിയിലാണ് ഇതിന്റെ ഒരു കാര്യങ്ങളുള്ളത്. ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വാൾപേപ്പറും കാണണം. വാൾപേപ്പർ ഉണ്ടാവും കേട്ടോ. കാരണം ഇതുപോലെ ഒരു ഡിസൈൻ ലെവലിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതാ
വാൾപേപ്പർ ഉണ്ട് ഇവിടെ, ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തന്നെ ചോദിക്കുന്നത്. അത് നല്ലൊരു കളക്ഷനാണല്ലോ, കാരണം ഇതാ നല്ല പാറ്റേൺ, സാധാരണ കാണുന്ന ആ ഒരു പാറ്റേൺ അല്ല, ഒരു ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ തന്നെ പറ്റുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു കാറ്റലോഗ്. ഇപ്പോൾ ഇതൊക്കെ വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ വീട് വാൾപേപ്പർ, കർട്ടന്, സോഫ, ഇതൊക്കെ ഇന്റീരിയർ ഒരുപോലെ കണക്ട് ആക്കി മാച്ച് വെക്കാൻ പറ്റുന്ന ഐഡിയകളാണ്, അതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മളെ വ്യൂവേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വാട്സാപ്പിലും കൈകാര്യം ചെയ്യണം, കാരണം നമ്മളെ പല വ്യൂവേഴ്സും പ്രവാസികളാണ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് കോൾ ചെയ്ത് ടൈം ഉണ്ടാവില്ല, അപ്പൊ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ തരണം അല്ലേ, ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മളെ വ്യൂവേഴ്സ് വിളിക്കും, പരിഗണിക്കണം. ഓക്കെ, താങ്ക് യു.